ഒരു പ്രണയം പറയണമെങ്കിൽ എത്ര സമയം എടുക്കുന്നറിയോ? 3-4 വർഷം എടുത്ത്. എനിക്കിപ്പോഴും എന്റെ പ്രണയം പറയാൻ പറ്റിയിട്ടില്ല. അന്നത്തെ വിഷമം ഇപ്പോഴും കിടപ്പുണ്ടല്ലേ? പിന്നെ തീർച്ചയായിട്ടും അത് ഓർക്കും ഒരു വിഷമം. Actually, my first time coming to Kerala. Kerala? Oh, Yeah, that was my അടിപൊളി. first time in Kerala. It was my first Malayalam film. തള്ളേ പിള്ളേ എന്നൊക്കെ പറയുന്നത് അങ്ങനത്തെ ഒരു സ്ലാങ് അല്ല ട്രിവാൻഡ്രം. എല്ലാരും തെറ്റിദ്ധരിച്ചിരിക്കുന്നത് അങ്ങനെയാണ്. ഞാനിപ്പോ എങ്ങനെ സംസാരിക്കുന്നു അതാണ് ട്രിവാൻഡ്രം. I'm honestly not too aware of the differences, like subtle differences in the slang, but Okay. the, like interesting part was I was able to understand Malayalam. ഒരു സിനിമ കണ്ടാൽ അടുത്ത സിനിമ കാണുന്നത് 3 മാസം കഴിഞ്ഞാ. അപ്പൊ ഈ 3 മാസം നമുക്ക് ഈ ഒരു സിനിമയിൽ ഈ സിനിമയുടെ തന്നെ കഥകൾ പല രീതിയിൽ പലരോടും പറയാം. അങ്ങനെയൊക്കെ ഒരു കാലമുണ്ട്. എള്ളുള്ളരി മാലനഗര ഇരച്ചിപ്പെട്ട ദുണ്ടുകയ മാലിനഗര എള്ളുള്ളരി മാലനഗര ഇരച്ചിപ്പെട്ട ദുണ്ടുകയ മാലിനഗര. Ready 5 6 7 go 1 2 3 4 5 6 7 8. ഹായ് ഹലോ വ്യൂവേഴ്സ്, യു ആർ വാച്ചിങ് മീ ഓൺ ഫ്ലവേഴ്സ് ആൻഡ് ദിസ് ഇസ് മീ ഫൗസ്റ്റീന ഹിയർ. ഇന്ന് നമ്മുടെ കൂടെ മൂൺ വാക്ക് എന്ന മൂവിയുടെ വിശേഷങ്ങളൊക്കെ പറയാൻ വേണ്ടിയിട്ട് ജോയിൻ ചെയ്തിട്ടുള്ളത് 1 അല്ല 2 അല്ല 3 അല്ല 4 അല്ല 5 പേരാണ്. സോ 5 പേർക്കും വെൽക്കം ടു ദ ഷോ. ശരിക്കും ഇപ്പൊ നിങ്ങൾ വന്നപ്പോ തന്നെ എനിക്ക് ഭയങ്കര ഒരു പോസിറ്റീവ് എനർജി ഉണ്ട്. ഇവിടെ ഇരിക്കുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര ഒരു എനർജി ഫീൽ ചെയ്യുന്നുണ്ട്. സോ ശരിക്കും തുടങ്ങുമ്പോൾ തന്നെ ഹൗ വാസ് എ സെറ്റ്? എങ്ങനെ ഉണ്ടായിരുന്നു മൊത്തത്തിൽ? സെറ്റിൽ അടിപൊളി ഇതേപോലെ തന്നെയായിരുന്നു. ഇതേ വൈബ് തന്നെയാണ്. ഇതേ ഓളം തന്നെയായിരുന്നു. ഫുൾ ഒരു ഫ്രണ്ട്ഷിപ്പ് വൈബ് തന്നെ വന്നിട്ടുണ്ടാവും അല്ലേ? ഷൂട്ട് തുടങ്ങുന്നതിന് മുമ്പേ ഞങ്ങൾ ഒരു 3 മാസം ഒരുമിച്ചായിരുന്നു താമസിച്ചോണ്ടിരുന്നത് ഞങ്ങളെല്ലാവരും. അപ്പൊ അവിടെ പെട്ടെന്ന് ഒരു ഷൂട്ട് തുടങ്ങുന്നതിനും ഒരു 3 മാസം ഒരുമിച്ച് ഒരേ സ്ഥലത്ത് ഒരേ ഫുഡ് കഴിച്ച് അതിനൊരു ഡിഫറൻസ് ഉണ്ടാവല്ലോ. അപ്പൊ അതാണ് ഇപ്പൊ വരെ എക്സ്റ്റെൻഡ് ആയത്. നമുക്ക് ആക്ടിങ്ങിൽ ആ ഒരു പ്രോസസ്സ് കിട്ടി എന്ന് പറഞ്ഞാൽ ഒരു കണക്ഷൻ ഉണ്ടായിരുന്നു എല്ലാവരും തമ്മിൽ. മറ്റേ എന്ന് പറഞ്ഞിട്ട് ഒരാളെ വിളിച്ചിട്ട് അങ്ങനെ ഒന്ന് ആക്ട് ചെയ്യണല്ലോ. കെമിസ്ട്രി ഭയങ്കര അത് ഭയങ്കരമായിട്ട് അങ്ങനെ തന്നെ നമ്മളൊരു ആ പ്രോസസ്സ് കൊണ്ടുപോയത്. 1 മാസം ഒരേ മുഖം കണ്ടോണ്ടിരിക്കുകയല്ലേ, ഓട്ടോമാറ്റിക്കലി വരും. So how was with our Malu boys? It's actually my first time coming to Kerala. Kerala? Oh, yeah, that was my adivoli. first time in Kerala. It was my first Malayalam film. And like it was a great vibe. Every day was like almost like a party. And I was just kind of witnessing it, and the chemistry was really nice between the guys especially. It was really just fun to watch them. It was like a 24/7 entertainment just to watch them. But yeah. ഇപ്പൊ കാണുമ്പോഴാണെങ്കിലേ ഇപ്പൊ എനിക്ക് തോന്നുന്നു മലയാളം വേർഡ്സ് ഒക്കെ പഠിപ്പിച്ചു കൊടുത്തായിരുന്നാ? അവള് പഠിച്ചിട്ടുണ്ട്. അറിയാം കുറച്ചൊക്കെ അല്ലേ? മലയാളം കുറച്ച് സംസാരിക്കപ്പെടും. സ്പെഷ്യൽ വേർഡ്സ് എന്തെങ്കിലും പഠിപ്പിച്ചു Special words. ഇവര് പഠിപ്പിച്ചിരുന്ന വേർഡ്സ് എന്തൊക്കെയാ ഇപ്പൊ കാണിച്ചു തരാണോ? ഞാൻ പഠിപ്പിച്ചു കൊടുത്തിട്ടില്ല, നീ പഠിപ്പിച്ചു. അല്ലല്ല, അത് എന്റെ ഗേൾഫ്രണ്ട് അല്ല പടത്തില്, അതുകൊണ്ട് ഞാൻ അവളുടെ അടുത്തോട്ട് പോയിട്ടില്ല. പഠിപ്പിച്ചതേ ഇല്ല, ഒന്നും പഠിപ്പിച്ചില്ല ഇവര്? He's asking if Have they taught any words? Any words? No. No, but I know all the foods. Like Foods? all the food, yeah. Like Food lover ആണ് basically. Yeah, basically. I know all the Okay. food, but then not as many words. Yeah. That's fine. Time ഉണ്ടല്ലോ, we have time. Yeah. ശരിക്കും ഞാൻ കേട്ടായിരുന്നു സെറ്റിൽ നിങ്ങൾ ഫുൾ പാട്ടൊക്കെ പാടി ഫുൾ ഓണായിരുന്നു, റാപ്പൊക്കെ പാടുമെന്ന്. അപ്പൊ തൊട്ട് എനിക്ക് ഭയങ്കര ആഗ്രഹം നിങ്ങളുടെ പാട്ട് കേട്ടാ കൊള്ളാന്നുള്ള. റാപ്പ് പാടുന്ന ആള് വന്നിട്ടില്ല. റാപ്പ് പാടുന്ന ആൾ ഇവിടെ ഇല്ല. ഏത് പാട്ട് പാടും നമ്മളപ്പോ? ഞാൻ പാട്ട് പാടാറില്ല, ഇവര് പാടും. ഞാൻ എവിടെ എല്ലാവർക്കും കൂടെ ഒക്കെ പാടല്ലേ, ഒരു ഓളമൊക്കെ അല്ലേ? അണ്ണാ എണ്ണം പാടും. ഏതെങ്കിലും എന്തെങ്കിലും അണ്ണൻ അറിയാവുന്ന പാട്ട്, മറ്റേ ഏതെങ്കിലും ഏതെങ്കിലും നാടൻ പാട്ടോ? നാടൻ പാട്ട് പാട്. താനേ താനാനേ താനിന്നാനേ തന്നെ താനേ താനാനേ താനിന്നാനേ താനേ താനാനേ താനിന്നാനേ തന്നെ താനേ താനാനേ താനിന്നാനേ എള്ളുള്ളരി മാലനഗര ഇരച്ചിപ്പെട്ട ദുണ്ടുകയ മാലിനഗര എള്ളുള്ളരി മാലനഗര ഇരച്ചിപ്പെട്ട ദുണ്ടുകയ മാലിനഗര മാലിനഗരി തങ്കാസി കൊമരനഗരി തങ്കാസി മാലിനഗരി തങ്കാസി കൊമരനഗരി തങ്കാസി മാലിനഗര. ശരിക്കും പാടുന്നു പറഞ്ഞപ്പോ ഇത്ര രസമായിട്ട് പാടുന്നു ഞാൻ വിചാരിച്ചില്ല. എല്ലാവർക്കും ഒരു ടാലന്റ് ഇതിനകത്ത്, ഡാൻസ്, ആക്ടിങ്, റൈറ്റിംഗ്, റാപ്പ് ചെയ്യുക എന്നുള്ള എല്ലാരും പല പല ടാലന്റ് ആൾക്കാരാണ് ഇതിനകത്തുള്ളത്. അപ്പൊ പക്ഷെ പാടുന്നു പറയുമ്പോ നമ്മൾ എക്സ്പെക്ട് ചെയ്തിരുന്നു, പക്ഷെ നാടൻ പാട്ടെന്നൊക്കെ പറയുന്നത് പവറിൽ കേട്ടൊരു സാധനമല്ലോ. ആദ്യമായിട്ടോ പക്ഷെ
കൊടുകൈ thank you. തീർച്ചയായിട്ടും. ശരിക്കും എനിക്ക് തോന്നുന്നു നമ്മൾ ഇതിന്റെ ട്രെയിലർ സെർച്ച് ചെയ്യുന്ന സമയത്ത് ചേട്ടാ കുറച്ച് നാളുകൾക്ക് മുന്നേ നമുക്കൊരു ട്രെയിലർ റിലീസ് ആയിരുന്നല്ലോ. സോ അതിൽ നിന്ന് ഈ ഒരു ട്രെയിലറിലേക്ക് വന്നപ്പോ സ്റ്റോറി ലൈനിൽ എന്തെങ്കിലും ചേഞ്ചസ് വന്നിട്ടുണ്ടായിരുന്നോ? ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ എനിക്ക് തോന്നുന്നു ഈ ട്രെയിലർ ഇറങ്ങിയ സമയത്താണെങ്കിലും കുറെ പേർക്ക് ഭയങ്കര എക്സ്പെക്ടേഷൻസ് ഉള്ള മൂവിയാന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഈ ട്രെയിലർ പിന്നെ എനിക്ക് തോന്നുന്നു കുറച്ച് എന്തോ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടാണ് തോന്നുന്നു പിന്നെയും ഷൂട്ട് ചെയ്ത്. അപ്പൊ നിങ്ങൾക്ക് പേഴ്സണലി എന്ത് ഫീൽ ചെയ്തു ആ സാധനം അങ്ങനെ ഒരു രണ്ടാമത്തെ ഒരു ഷൂട്ട് വന്ന സമയത്ത്? ഇപ്പൊ ഇത് റൈറ്റ് ടൈം ആണെന്ന് വിശ്വസിക്കുന്നു. ഇപ്പം ഇറങ്ങേണ്ട പടമായിരുന്നു എന്നുള്ളതാണ് നമ്മുടെ എല്ലാവരുടെയും എന്ന് പറഞ്ഞ പുതിയൊരു ന്യൂ ജനറേഷൻ ആക്ടറൊക്കെ പുതുമുഖങ്ങളെ സ്വീകരിക്കുന്ന ഒരു പ്രേക്ഷകർ ഇവിടെ ഉണ്ട്, ഇപ്പൊ ഉണ്ട് എടുക്കുന്നത്. അപ്പം നേരത്തെ നമുക്കറിയാം ഇത്രയും വലിയ ആർട്ടിസ്റ്റുള്ള സ്പേസ് ആണ് അപ്പം. അപ്പോ ആ ഒരു സ്പേസിൽ നമ്മളെപ്പോഴത്തെ പുതിയൊരു ആൾക്കാരൊക്കെ കളം പിടിക്കണം എന്ന് പറഞ്ഞാൽ ചില കളിയല്ല അല്ലെ, ഭയങ്കര കോമ്പറ്റീഷൻ. അതെ, പുതുമുഖങ്ങളെന്ന് പറയുന്നത് ശരിക്കും ഒരു ഫ്രഷ് എനർജിയുടെ കൂടെ എങ്ങനെ ഉണ്ടായിരുന്നു എല്ലാരും? എനിക്ക് തോന്നുന്നു കുറെ ന്യൂ ഫേസസ് ഉണ്ട്. കൂടുതൽ അങ്ങനെ ഭയങ്കര ഇതായിട്ട് തോന്നിരിച്ചു. നമുക്ക് അറിയാവുന്ന സ്ലാങ് ആണ്, നമ്മുടെ ഈ സ്ഥലത്താണ്, ട്രിവാൻഡ്രത്താണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഒരുമിച്ച് താമസിച്ചു ക്യാരക്ടറിനെയും വിളിച്ചിട്ടാണ് എല്ലാവരും സംസാരിച്ചത്. എല്ലാരും ക്യാരക്ടറേയും അങ്ങോട്ടും ഇങ്ങോട്ടും വിളിച്ചിട്ടില്ല. അതെ അതെ. ഇത് ശങ്കൊണ്ണൻ, ഷിബു, ഞാൻ ഷാജി, മിന്നൽ ഷാ, അങ്ങനെയൊക്കെ നമ്മള് അങ്ങോട്ട് വിളിക്കുന്നത് തന്നെ ഇങ്ങനെയാണ്. ഫ്ലാറ്റിലും സെറ്റിലും ഞങ്ങള് ഈ പേര് ക്യാരക്ടർ നെയിംസ് വെച്ചിട്ടാണ്. നിങ്ങളുടെ ശരിക്കും ഒരു ഐസ് ബ്രേക്കിംഗ് മൊമെന്റ് എന്തായിരുന്നു ഫസ്റ്റ് കണ്ടപ്പോ? അതൊക്കെ ഫസ്റ്റ് ദിവസം നമ്മള് മറ്റേ സെക്കൻഡ് ഓഡിഷൻ വന്നപ്പോ തന്നെ ബ്രേക്ക് ആയി. അവിടെ തന്നെ ഞങ്ങള് ഓഡിഷൻ ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും എംബാരസ് ചെയ്തപ്പോ തന്നെ മനസ്സിലായി കൂടുതൽ ഞങ്ങൾ എഫേർട്ട് ഇടേണ്ടി ഒന്നും വന്നിട്ടില്ല. അതങ്ങനെ പോയി ഒരു ഫ്ലോയിൽ അങ്ങനെ കിട്ടിയ ഫ്ലോയിൽ കയറിയതാണ്. ഞാൻ വളരെ ലേറ്റ് ആയിട്ടാണ് ജോയിൻ ചെയ്യണം. ഞാൻ എല്ലാവരുടെയും കാസ്റ്റിംഗും വർക്ക്ഷോപ്പും എല്ലാം കഴിഞ്ഞിട്ട്. പക്ഷെ എന്നാലും ആ ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും ഉണ്ടല്ലോ. നമ്മൾ ഡയറക്റ്റ് ആ വൈബിലേക്ക് അങ്ങ് കയറി ആ പടം തുടങ്ങിയപ്പോൾ. TVM സ്ലാങ് എന്ന് പറഞ്ഞപ്പോഴാണെങ്കിലും എനിക്ക് ട്രെയിലറിൽ സ്ട്രൈക്ക് ചെയ്ത ഒരു സെന്റൻസ് അത് മറ്റേ ഡേ പയലേ മറ്റേ മണ്ടേ എന്തായിരുന്നു, മണ്ട അടിച്ച് പൊളന്ന് കളയും. അപ്പൊ നിങ്ങൾ ആക്ച്വലി TVM ആണെന്ന് എനിക്ക് അറിയണ്ടായിരുന്നില്ല. അപ്പൊ TVM ആണ്. അപ്പൊ ഈ ഒരു TVM സ്ലാങ്ങിലേക്ക് വന്നപ്പോ എങ്ങനെ ഉണ്ടായിരുന്നു? എനിക്ക് ഐ മീൻ വെരി ന്യൂ ഡിഫറെന്റ് ആക്സെന്റ് ആയിരുന്നു. അപ്പൊ ഞാൻ എനിക്ക് പഠിപ്പിച്ചു തന്നത് സ്റ്റാർട്ട് ചെയ്തത് സുനിയണ്ണനാണ്. കാരണം പുള്ളിക്കാരനായിരുന്നു ഞങ്ങളുടെ ലാംഗ്വേജ്. സുനിയണ്ണനാണ് ഇവിടെ ലാംഗ്വേജ് സൂപ്പർവൈസർ ആയിട്ട് കയറിയ ആളാണ്. അഭിനയിക്കുകയും ചെയ്തു, ഞങ്ങൾ ട്രെയിൻ ചെയ്യുകയും ചെയ്തു. അപ്പോ ആക്ടർ ആയിട്ട് മാറിയതാണ്. അതെ അതെ അതെ, അങ്ങനെ ഒരു ഭാഗ്യം ഞങ്ങൾക്കും കിട്ടി പുള്ളിക്കാരുടെ പഠിക്കാനായിട്ട്. So how was Trivandrum slang? I'm honestly not too aware of the differences, like subtle differences in the slang, but the interesting part was I was able to understand Malayalam. I'm able to understand at least like 80% of Malayalam, because especially in Bangalore you're surrounded by Malayalis. Exactly. And they're all great fun, so you want to be around them and you just ultimately pick up like what they're trying to say. So I love their vibe and I understand what they're saying. I just wish I could speak it just as well. But yeah, next time I will for sure. മൂൺവാക്ക് എന്ന് പറഞ്ഞ മൂവിയിൽ നിങ്ങളുടെ ഏറ്റവും കൂടുതൽ അട്രാക്ട് ചെയ്ത പോയിന്റ്സ് എന്തായിരുന്നു? അതായത് ഇത് ഞാൻ ചെയ്യണം എന്നുള്ള സാധനം, അല്ലെങ്കിൽ ദിസ് ഇസ് മൈ തിങ് എന്നുള്ള ഒരു പോയിന്റ് എപ്പോഴായിരുന്നു, അല്ലെങ്കിൽ ഇത് എന്തുകൊണ്ട് ചെയ്യണം എന്നുള്ളൊരു സംഭവം എന്തായിരുന്നു? എല്ലാവർക്കും ഓരോ രീതിയിലുണ്ട്. ആദ്യ സിനിമയാണ്, അപ്പൊ അതുകൊണ്ട് അത്ര അങ്ങനെ ഭയങ്കരമായിട്ട് ഇതായിട്ടില്ല. അവര് പറഞ്ഞെന്തോ അത് നമ്മൾ നന്നായിട്ട് ചെയ്തു എന്നാണ് നമ്മുടെ വിശ്വാസം. പക്ഷെ എന്നാലും നമുക്ക് ഇങ്ങനെ സ്ക്രിപ്റ്റ് കേൾക്കുന്ന സമയത്ത് ഇത് ഞാൻ ഈ സ്ക്രിപ്റ്റ് എനിക്ക് ഇഷ്ടപ്പെട്ടു എന്നുള്ളൊരു സംഭവം ഉണ്ടാവില്ലേ? എന്തെങ്കിലും ഒരു പോയിന്റ് നമ്മളെ പേഴ്സണലി എടുത്തുന്ന ഒരു പോയിന്റ്? ഓഡിഷൻ വെച്ച് നമ്മൾ എടുത്തതാണല്ലോ. നമ്മളപ്പോ സ്ക്രിപ്റ്റ് കേട്ടിട്ട് ഈ ക്യാരക്ടർ എങ്ങനെയാണ് നമുക്ക് അങ്ങനെ ചൂസ് ചെയ്യാനുള്ള സ്ക്രിപ്റ്റ് തന്നെ പറയുന്ന ഒരു 1.5 മാസം കഴിഞ്ഞിട്ട് നമ്മൾ അങ്ങനെ വിവരിക്കാനുള്ള ഒരു അങ്ങനത്തെ ഒരു സംഭവം ആയിട്ടില്ല നമ്മളപ്പോഴും. നമുക്ക് സിനിമ ചെയ്യണം, അത് എന്ത് റോളായാലും നമുക്ക് കിട്ടിയ ക്യാരക്ടർ നമ്മൾ നന്നായിട്ട് ചെയ്യണം എന്നുള്ളതുകൊണ്ട് എല്ലാവരും അവരവരെ ക്യാരക്ടർ ബ്യൂട്ടിഫുൾ ആയിട്ട് തന്നെ. ഒരുപാട് വർഷത്തെ ഒരു ആഗ്രഹമല്ലേ സിനിമയിൽ കയറുക, ആക്ടർ ആവാന്ന് പറയുന്ന ഒരു വലിയ ഡ്രീമാണ്. കുറെ നാളായിട്ട് ക്യാരി ചെയ്തോണ്ടിരിക്കണം. അപ്പൊ ആ ഒരു പോയിന്റിൽ നമ്മൾ ചൂസ് ചെയ്യാൻ പറ്റൂല. നമുക്ക് കിട്ടുന്ന സാധനം വൃത്തിയായിട്ട് ചെയ്യാം. അതിന് എന്തായാലും ഒരു പാസിംഗ് ഷോട്ട് ആണെങ്കിലും നമുക്ക് കിട്ടിയത് നമുക്ക് കിട്ടി, ചാൻസ് കിട്ടി, നമ്മൾ അതിന് ബെറ്റർ ആക്കണം. ഒരു മെയിൻ റോൾ പറഞ്ഞപ്പോ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടായില്ലേ? നമുക്കത് പിന്നീടാണ് തോന്നിയത്. ട്രെയിനിങ് സെഷൻ തുടങ്ങിയിട്ട് ഒരു 1-2 മാസം വരെ ഞങ്ങൾക്ക് ആർക്കും ഞങ്ങൾ ഏത് ക്യാരക്ടറാണ് ചെയ്യുന്നതെന്നും അറിയില്ല. എല്ലാം ജനറലി ആക്ടിങ് ക്ലാസ്സസും ഈ ഫിറ്റ്നസും ഡാൻസ് പരിപാടികളായിരുന്നു, ജനറിക് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ. പിന്നീടാണ് ഒരു ദിവസം സ്ക്രിപ്റ്റ് റീഡിങ്ങിന് ഇരുന്നപ്പോ ആരാര് ഏതേത് ക്യാരക്ടേഴ്സ് ചെയ്യുന്നതെന്ന് അറിഞ്ഞത്. അപ്പൊ ഒരു ഭയങ്കര ഒരു സന്തോഷമുണ്ടാവില്ലേ? ആ പ്രോസസ്സ് എനിക്ക് തോന്നുന്നു മലയാള സിനിമയില് അങ്ങനെ എനിക്ക് റെയർ ആണല്ലേ, അങ്ങനത്തെ പ്രോസസ്സ് ഭയങ്കര രസമാണ്.
ഇപ്പൊ നിങ്ങൾ പറഞ്ഞ പോലെ കുറെ നാളുകളായിട്ട് ഡ്രീം ചെയ്തെത്തിയത് കുറെ നാളത്തെ ഒരു ആഗ്രഹം എന്ന് പറഞ്ഞല്ലോ. അപ്പൊ ശരിക്കും ഇനീഷ്യലി പണ്ട് തൊട്ടേ നമ്മുടെ ഉള്ളിൽ ഉണ്ടായിരുന്നു, അതായത് ഈ മൂവിയിലേക്ക് എത്തണം എങ്ങനെയെങ്കിലും എന്നുള്ളൊരു സാധനം? ഞാൻ റിയാലിറ്റി ഷോയിൽ നിന്ന് വന്നവനാണ്. അപ്പൊ എനിക്കൊരു കൊറിയോഗ്രാഫർ ആവണം. ഞാൻ കൊറിയോഗ്രാഫറാണ്, പക്ഷെ എനിക്ക് വലിയൊരു കൊറിയോഗ്രാഫർ ആവണം, ഫിലിം കൊറിയോഗ്രാഫർ ആവണം എന്നുള്ളതായിരുന്നു എൻ്റെ ഇത്. പിന്നെ എങ്ങനെയോ സിനിമയിൽ വന്ന് മൂൺ വോക്കിൽ പെട്ടതാണ് ഞാൻ വന്ന്. അങ്ങനെ ഇപ്പം പിന്നെ ആക്ടിങ്ങിലോട്ട് തിരിഞ്ഞെന്നുള്ളു. ഇപ്പൊ രണ്ടും കൊണ്ട് പോകുന്നുണ്ട്. എനിക്ക് ഞാനൊരു 9-10 ക്ലാസ് പഠിക്കുമ്പോൾ തൊട്ട് ഓഡിഷൻസ് അറ്റൻഡ് ചെയ്ത് തുടങ്ങിയതാണ്. ഞാൻ ചെന്നൈയിലാണ്, എൻ്റെ വീട്ടിൽ അച്ഛനമ്മക്ക് ഈറോഡിലാണ്. അപ്പൊ ഞാൻ ചെന്നൈ പോയത് തന്നെ എൻ്റെ കോളേജ് UG ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. സോ ദാറ്റ് സിനിമ അവിടുന്ന് ട്രൈ ചെയ്യാം, കുറെ ഓഡിഷൻസിന്റെ സ്കോപ്പ് ഉള്ളതുകൊണ്ട് ഞാൻ അങ്ങനെ മൂവ് ചെയ്തതാണ് ചെന്നൈയിലേക്ക്. പിന്നെ നാട്ടിൽ വന്നത് അതുപോലെയാണ്. ഒരു ഓഡിഷൻ ഒരു ദിവസം ഞാനിങ്ങനെ അപ്ലിക്കേഷൻ അയച്ചിട്ട് ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് വിളിച്ചപ്പോൾ വന്ന ഓഡിഷൻ തന്നാണ്. എത്രയോ കൊല്ലങ്ങളുടെ എഫേർട്സ് തന്നെയാണ്. പക്ഷെ ഫൈനലി അത് ഇത്രയും നല്ലൊരു ക്യാരക്ടർ വന്നിട്ട് നാട്ടില് ഇതുപോലെ മലയാള സിനിമയിൽ ഇങ്ങനെ ഒരു പാർട്ടാകാൻ പറ്റിയതിൽ ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട്, സന്തോഷം. എങ്ങനെയായിരുന്നു ഈ സിനിമയിലേക്കുള്ള എൻട്രി? പറഞ്ഞ ഓഡിഷൻസ് ബേസ്ഡ് തന്നെയായിരുന്നു. ഞാൻ അതിന് മുന്നേ 2017 മാൻഹോൾ എന്ന് പറഞ്ഞിട്ട് വിധു വിൻസൻ സംവിധാനിച്ചത്, ആ പടത്തിനകത്ത് മെയിൻ ക്യാരക്ടർ ചെയ്തിട്ടുണ്ടെന്ന്. അതിലെ പേരാണ് മാരി എന്നുള്ള ക്യാരക്ടർ. ആ പേരാണ് ഞാനിപ്പോൾ എടുത്തേക്കുന്നത്. ഇപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ട ആ ക്യാരക്ടർ. പിന്നെ സനൽകുമാർ ശശിധരന്റെ പടത്തിനകത്ത് ഉന്മാദിയുടെ മരണം, അതൊരു ഫെസ്റ്റിവൽ മൂവിയാണ്. അതിനകത്തും ഉന്മാദി എന്നുള്ള ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു കൊമേഴ്ഷ്യൽ പടം എന്ന് പറയണത് ഈ പടമാണ്. ഈ പടത്തിൽ ഇതിനകത്ത് എവിടെ എന്നെ പ്ലേസ് ചെയ്യണമെന്ന് അവർക്ക് അറിയില്ലായിരുന്നു, ഡയറക്ടറിന് അതിൻ്റെ റൈറ്ററിനും. അപ്പം ഞാൻ വന്നത് ഇവരെ ലാംഗ്വേജ് പഠിപ്പിക്കാനാണ്. ഒരു പ്രൊഫൈൽ അവർക്ക് അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് വക്ക സ്ലാങ്, തിരുവനന്തപുരത്ത് കാഞ്ഞിരകുളം എന്ന സ്ഥലത്ത് എൻ്റെ സ്ഥലം. അപ്പോൾ അവിടുത്തെ ഞാൻ കേട്ട ഗ്രാമത്തുള്ള ഒരു സാധനം വെച്ചിട്ട് പിടിച്ചതാ സ്ലാങ്. അപ്പോൾ പിന്നെ എന്നെ വിളിച്ച സമയത്ത് തന്നെ എനിക്കൊരു സംഭവം എടുത്തത്, എങ്ങനെയാണ് തിരുവനന്തപുരം സ്ലാങ് ഇവർക്ക് പറഞ്ഞു കൊടുക്കുന്നത്. ഇപ്പം നമുക്കറിയാം സുരാജ് ഏട്ടനാണ്, ആ ഒരു ഭാഷയാണ് തിരുവനന്തപുരം എന്ന് കേട്ട വിചാരിക്കുന്നത്. അപ്പം എനിക്കൊരു പ്രത്യേക പരിപാടി ഉണ്ടായിരുന്നു, ആ ഒരു ഭാഷ അങ്ങനെ പിടിക്കേണ്ടെന്നുള്ള സംഭവം. ഇപ്പം നമുക്കറിയാൻ പറ്റും നമ്മുടെ സ്ഥലത്ത് പല സ്ഥലങ്ങൾ പല ഭാഷയാണ് തിരുവനന്തപുരത്ത് സംസാരിക്കുന്നത്. അപ്പം ഇവരെ അങ്ങനെ തന്നെ ട്രെയിൻ ചെയ്ത്. അപ്പം നമ്മുടെ ഷാജി സംസാരിക്കുന്നത്, മനോജ് സംസാരിക്കുന്നത് തിരുവനന്തപുരത്താണ്, പക്ഷെ വേറെയാണ്. ഞാൻ സംസാരിക്കുന്നത് വേറെയാണ്. നിങ്ങൾ ഉദ്ദേശിക്കുന്ന നിങ്ങൾ പറഞ്ഞ ഈ തള്ളേ പിള്ളേ എന്നൊക്കെ പറയുന്നത് അങ്ങനത്തെ ഒരു സ്ലാങ് അല്ല ട്രിവാൻഡ്രം. എല്ലാവരും തെറ്റിദ്ധരിച്ചിരിക്കുന്നത് അങ്ങനെയാണ്. ഞാനിപ്പോ എങ്ങനെ സംസാരിക്കുന്നു അതാണ് ട്രിവാൻഡ്രം. ഞാൻ ഇപ്പൊ എങ്ങനെ സംസാരിക്കുന്നത് അതാണ് ട്രിവാൻഡ്രം. ഇതിപ്പോ നിങ്ങൾ പറഞ്ഞ പാറശാല അങ്ങോട്ട് ആ ബോർഡർ സ്ഥലത്താണ് എന്തരപ്പേ ഇങ്ങനെയൊക്കെ പറയണം. അത് സംസാരിക്കൂല. ഒരു പാളത്തിനപ്പുറത്ത് വേറെ സ്റ്റൈലാണ്, ഒരു പാളത്തിന് ഇപ്പുറത്ത് വേറെ സ്റ്റൈലാണ്. കാഞ്ഞിരകുളമല്ലേ ഇവിടെ ഇവര് സംസാരിക്കുന്ന വേറൊരു രീതിയാണ്. അതെ, അപ്പൊ അറിയില്ല. അപ്പൊ അങ്ങനെ ഒരു പിന്നെ ഈ ഒരുമിച്ചുള്ള താമസം ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഇതിലാ കോഴിക്കോടുള്ള അനുനാദിനകത്ത്. അപ്പൊ തൃശ്ശൂരുള്ള സിബി, ഞാൻ നാട്ടില് കണ്ണൂർ. എന്തുട്ടാന്ന് അവൻ ഫുള്ളതല്ലേ. അപ്പൊ നമ്മൾക്ക് ഏതാണ് ഒരുമിച്ചിരുന്നപ്പോഴാണ് നമുക്ക് പഠിക്കാൻ പറ്റും. ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇപ്പം നിങ്ങൾ സ്ക്രിപ്റ്റ് അത് വായിക്കാൻ വേണ്ടി നിൽക്കലും ചുമ്മാ പറഞ്ഞു നടക്കുക, അറിയാത്തൊരു ചുമ്മാ സംസാരിക്കുക, ഇഷ്ടത്തോടെ സംസാരിക്കുക. അങ്ങനെ സംസാരിച്ച് കുറെ സംസാരിച്ചാണ് അങ്ങനെ ക്ലിയർ ആയത്. പിന്നെ ഇതിനകത്തോട്ട് ഒരിക്കൽ എൻ്റെ അടുത്ത് ചോദിച്ച് ഡാൻസ് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരാഴ്ച കൂടി ആക്ടിങ് ട്രെയിൻ ചെയ്തല്ലേ, അതുകൂടി ചെയ്ത് എന്നിട്ട് ഞാൻ ഡാൻസ് ചെയ്യാൻ പറ്റുന്നത്. ഇപ്പം എനിക്ക് ഈ സ്റ്റൈൽ അറിയില്ല. ഞാൻ ഡാൻസ് ചെയ്യും, പക്ഷെ എനിക്ക് ഈ സ്റ്റൈലൊന്നും എനിക്കറിയില്ല, ആദ്യമായിട്ടാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു ചെയ്യാം, എനിക്കറിയില്ല എങ്കിൽ ചെയ്യാന്ന് പറഞ്ഞു. അതെ, ചെയ്യാം മൂഡ്. പിന്നെ അങ്ങോട്ട് ചെയ്തെടുത്ത് ടേണിംഗ് പോയിന്റ് പറയുന്നത്. ഇപ്പൊ ആദ്യം അറിയായിരുന്നോ ഡാൻസ് ബേസ്ഡ് ആയിട്ടുള്ള സംഭവം ചെയ്യാൻ പോണേന്നുള്ളത്? അറിയാം, ഡാൻസ് മൂവി ആണെന്നുള്ളത് അറിയാം. ഡാൻസേഴ്സിനും കൊറിയോഗ്രാഫേഴ്സിനൊക്കെ പ്രത്യേക ഒരു ഫാൻ ബേസ് ഉണ്ടാവും. അപ്പൊ ആ സമയത്ത് കോളേജ് ഡേയ്സിലൊക്കെ എത്ര പെൺപിള്ളേർ ഈ പറയുന്ന ഡാൻസ് കളിച്ച് വളച്ചിട്ടുണ്ട്? ഞാൻ വളയ്ക്കാൻ ശ്രമിച്ചിട്ടൊന്നുമില്ല. അവര് അങ്ങനെയല്ല, അത് നമ്മളൊരു ഫണ്ടിന് വേണമെങ്കിൽ ഞങ്ങൾ പറയാം. അതല്ലാതെ ജനറൽ ആയിട്ട് അത് പെൺകുട്ടികൾക്ക് മാത്രമല്ല, ആൺകുട്ടികൾക്കും ഡാൻസ് പെർഫോം ചെയ്യുന്നവരെ കാണാൻ ഒരു ആരാധന. ഫോർ ഗേൾസ് എസ്പെഷ്യലി അത് ഓപ്പോസിറ്റ് ജെൻഡർ ആയതുകൊണ്ട് മാത്രം ഒരു അട്രാക്ഷൻ, എക്സ്ട്രാ ലെവൽ ഓഫ് ഒരു അട്രാക്ഷൻ മാത്രമാണ്. ഞാൻ ഇത്രയും സീരിയസ് ആയിട്ട് ഞാൻ ഇങ്ങനെ ആൻസർ ചെയ്യാനല്ല. അഫ്കോഴ്സ് അങ്ങനെ ഉണ്ടാവും, അത് എനിക്ക് മാത്രമല്ല, ഇവൻ സ്കൂളിൽ ചെയ്തിട്ടുണ്ടാവും. സ്കൂളിലും ഞാൻ സ്കൂളിൽ ഡാൻസ് ചെയ്തിട്ടില്ല. നീ പറയണ്ട, ഞാൻ പറഞ്ഞോ. എവിടെ ചെയ്താലും അങ്ങനെ ഒരു ഇത് ഉണ്ടായിരുന്നു. ഫാൻസ് എന്നല്ല, അത്
ഇഷ്ടമെന്നൊക്കെ പറയും വന്നിട്ട്. ഇല്ല, എന്റെ സ്കൂളിൽ ഡാൻസ് കളിക്കാൻ സമ്മതിച്ചിട്ടില്ല. ഞാൻ എന്റെ കാര്യം പറയാം. മെച്ചൂരിറ്റിയുടെ കാര്യമൊക്കെ പറഞ്ഞപ്പോഴാണ് നമ്മുടെ നടുക്കത്തെ കസേര ഫ്രീ ആയിട്ട് കിടക്കുക. ഇവിടെ നമ്മുടെ കൂട്ടത്തിൽ ഒരു തല പുറത്ത് വെയിറ്റ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ നമുക്ക് വെൽക്കം ചെയ്യാം. പ്ലീസ്. ശ്രീകാന്തേട്ടൻ. ശ്രീകാന്തേട്ടാ. ഓക്കെ, അടുത്ത ശ്രീകാന്തേട്ടാ സുഖല്ലേ? പരമാനന്ദം. പരമാനന്ദം. ഫുഡൊക്കെ കഴിച്ച് ഉഷാറായിട്ടിരിക്കുന്നു. അപ്പൊ എനിക്ക് തോന്നുന്നു ചേട്ടൻ കുറെ സീനിയർ ആയിട്ടുള്ള ആർട്ടിസ്റ്റുകളുടെ കൂടെ ചെയ്തിട്ടുള്ള ആളാ. അപ്പൊ ഈ പറഞ്ഞ പോലെ നമ്മുടെ ഈ ഒരു ഏജ് കാറ്റഗറി ഈ പറഞ്ഞ ഒരു ഫ്രഷ് വൈബിലേക്ക് വന്നപ്പോ എങ്ങനെ ഉണ്ടായിരുന്നു ഇവരുടെ കൂടെ? ഈ വൈബ് വേറെ സത്യം എനിക്ക് വന്നിരുന്നപ്പോഴേ മനസ്സിലായി, ഭയങ്കര എനർജി അല്ലേ? ശരിക്കും ഇതിനകത്ത് ചേട്ടന്റെ ക്യാരക്ടർ ഒരു പോർട്രേറ്റ് പോണത് എങ്ങനെയാ? ഇതില് ജെയ്ക്ക് എന്ന് പറഞ്ഞൊരു ഒരു നായകൻ, ഒരു പേരിനൊരു നായകനുണ്ട്. എല്ലാവരും ഒരുപോലെയാണ്. അതിൽ ഒരു ഭയങ്കര കുരുമുളക് ഉണ്ട്, അവന്റെ അച്ഛനാണ്. തലേ തെറിച്ചവന്റെ അച്ഛനാണല്ലേ? നിങ്ങളുടെയൊക്കെ ക്യാരക്ടർ എങ്ങനെയാ പോണത് ഇതിനകത്ത്? എന്റെ പേര് കരാട്ട ഷാജി എന്നാണ്. കണ്ടോ, സിമ്പിൾ. എങ്ങനെയാ സ്വഭാവം? എങ്ങനെയാ ഒരു ക്യാരക്ടർ? സ്വഭാവം ഇങ്ങനെ ഭയങ്കര ഫുഡിയാണ് ഞാൻ. പോണയിടത്തും പറഞ്ഞിടത്തൊക്കെ കഴിച്ച് അലഞ്ഞു തിരിഞ്ഞ് കോളേജിൽ പഠിക്കാതെ ഇവരെ ക്ലാസ്സിലൊക്കെ പോയിരുന്ന്. ഞാനും ഷാജും ക്ലാസ്മേറ്റ്. അതെ, ഞാൻ പഠിക്കുന്നില്ല, ഞാൻ എന്റെ ക്ലാസ്സിൽ ചുമ്മാ പോകുന്നതാ. കൂടുതൽ വൈബിന് ഒരു വൈബിന് ചുമ്മാ പോകുന്നത്. എന്റെ ക്യാരക്ടറിന്റെ പേര് ഷിബു എന്നാണ്. ഭീമാപ്പള്ളിയിൽ നിന്ന് വരുന്ന ഒരു പയ്യനാണ്. ഭയങ്കര നിഷ്കളങ്കനായിട്ടുള്ള ഒരു പയ്യനാണ്. പറയാൻ പറ്റില്ല. ഭീമാപ്പള്ളിന്ന് വരുന്ന നിഷ്കളങ്കൻ. അതെ, ടൈറ്റിൽ കൊടുക്കാം നമുക്ക്. അങ്ങനെ പറയാം. അതെ ചേട്ടാ. എന്റെ ക്യാരക്ടർ ശംഖു എന്ന് പറഞ്ഞിട്ട് ശംഖു അണ്ണൻ. അപ്പൊ ഞാൻ ഇവരുടെ കൂടെ എന്റെ അനിയനാണ് സുദീപ് എന്ന് പറഞ്ഞിട്ട് ക്യാരക്ടർ ചെയ്തേക്കണം. അപ്പൊ എന്റെ അനിയനാണ് ഇവരെ ഡാൻസ് ഒക്കെ പഠിപ്പിക്കുന്നത്. ഞാൻ ഇവരുടെ ഞാൻ ഇവരുടെ മാനേജർ തലയല്ല, ഒരു മാനേജർ കൂടെ ഉണ്ടാവും ഇവരുടെ സ്റ്റേജ് പ്രോഗ്രാമിനും എല്ലാ യാത്രകളിലും കൂടെ ഉണ്ടായി സപ്പോർട്ടായിട്ട് ഒരു നിൽക്കുന്ന ഒരു ക്യാരക്ടറാണ്. എന്റെ മിന്നൽ ഷൈ, എന്റെ മിന്നൽ എന്നാ വിളിക്കുന്നവര്. അപ്പൊ എന്റെ പരിപാടി സൗണ്ട് വയ്ക്കുക, ലൈറ്റ് ഇറക്കാൻ പോവുക, ഇതൊക്കെയാണ്. ഒരു കാലം അങ്ങനെ ഉണ്ടെന്നേ. ഒരു വണ്ടിയുടെ മുകളിൽ ഒരു ടെമ്പോ ട്രാവലർ പോലെ, ടെമ്പോ ട്രാവലർ ഒന്നില്ല, ബെഡ്ഫോർഡ് പോലുള്ള വണ്ടിയുടെ മുകളിൽ ഇതെല്ലാം വെച്ച് കെട്ടി നാടകക്കാരൊക്കെ പോലെ ഒരു കാലമുണ്ട് അങ്ങനെ. ആ കാലം ആണ് നമ്മൾ റീക്രിയേറ്റ് ചെയ്തത്. ശരിക്കും അങ്ങനെ ഒരു വിന്റേജ് കാലം നിങ്ങൾ ചെയ്തപ്പോ നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടായിരുന്നു? ഇപ്പൊ ലുക്സ് ആണെങ്കിലും ഡിഫറെന്റ് ആയിരിക്കും, കുറെ കാര്യങ്ങൾ ഇപ്പം എക്സ്പീരിയൻസ് ചെയ്യണ കാര്യമായിരിക്കില്ലല്ലോ. അപ്പൊ അതെങ്ങനെ ഉണ്ടായിരുന്നു ആ ഒരു ടൈം? നമ്മളത് ന്യൂ ആണല്ലോ, നമ്മളിതൊന്നും അനുഭവിച്ചിട്ടില്ലല്ലോ പഴയ കാലത്ത് എങ്ങനെയായിരുന്നു. പക്ഷെ അത് രസമുള്ള പരിപാടിയാ. ഇപ്പോഴത്തെ പോലെ അല്ലല്ലോ. കുറച്ചുകൂടെ അപ്പോഴത്തെ ഒരു കാലഘട്ടം മതിയായിരുന്നു ഇപ്പൊ തോന്നുന്നുണ്ട്. സമാധാനം മൊത്തത്തില് മാറിയല്ലേ? അതെ അതെ അതെ. ഇപ്പൊ ചേട്ടൻ ഇപ്പം ചേട്ടന്റെ ഒരു ചൈൽഡ്ഹുഡ് ഡേയ്സ് നോക്കുകയാണെങ്കിൽ ഇപ്പോഴത്തെ ഒരു ജനറേഷനിലേക്ക് വരുമ്പോ ഭയങ്കര ഡിഫറൻസ് ആണോ ശരിക്കും? അങ്ങനെ ചോദ്യമില്ലല്ലോ. എല്ലാം ഇൻസ്റ്റന്റ് അല്ലേ, എല്ലാം ഫിംഗർ ടിപ്പിലുണ്ടല്ലോ. ഇപ്പൊ ഒരു അറിയില്ല സോറി എന്നല്ലോ, എന്ത് ചോദിച്ചാലും ഗൂഗിളിൽ നോക്കിയിട്ട് ഒരു സെക്കൻഡ് എന്ന് പറയുന്നത് എനിക്കൊരു കാര്യം. അപ്പൊ അത് എല്ലാ കാര്യങ്ങളും ഇൻസ്റ്റന്റ് ആണ്. പ്രണയമടക്കം ഇൻസ്റ്റന്റ് ആണ്. ഞാൻ എല്ലായിടത്തും പറയാറുണ്ട്, നമുക്കൊരു പ്രണയം പറയണമെങ്കിൽ എത്ര സമയം എടുക്കുന്നറിയോ? 3-4 വർഷം എടുത്ത്. എനിക്കിപ്പോഴും എന്റെ പ്രണയം പറയാൻ പറ്റിയിട്ടില്ല. ഇന്ന് തീർച്ചയായിട്ടും അത് ഓർക്കുമ്പോൾ ഒരു വിഷമമാണ്. പക്ഷെ ഇപ്പോഴത്തെ കുട്ടികൾക്ക് അങ്ങനെയല്ലോ. അത് മാത്രമല്ല, മൊത്തത്തിൽ എല്ലാ കാര്യങ്ങളും ഇൻഫർമേഷൻസും ഫിംഗർ ടിപ്പിലുണ്ട്. നമുക്ക് ഇപ്പൊ ഓരോരുത്തരും അവരവരുടെ രീതിയിലുള്ള റീൽസ് ഒക്കെ ഇട്ട് അവരൊക്കെ ഹീറോസ് ആണ്. എക്സ്പ്രസ് ചെയ്യാനുള്ള സ്പേസുകളുണ്ട്. അതുകൊണ്ട് തന്നെ ഇമോഷൻസ് ഒക്കെ വളരെ ഇൻസ്റ്റന്റ് ആയിട്ടുള്ള ഇമോഷൻസ് ആണ്. ഞാനത് മോശം എന്നല്ല, കാലത്തിന്റെ മാറ്റാണത്. നമ്മൾ അക്സെപ്റ്റ് ചെയ്യണം അല്ലേ? ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഡാൻസ് ആണ് നമ്മുടെ സിനിമയുടെ ഒരു ഔട്ട്ലൈൻ എന്ന് പറഞ്ഞു. ഡാൻസ് ഒരു മെറ്റഫറാണ്, ഒരു ഡാൻസ് ഉണ്ടെന്നേ ഉള്ളൂ. ശരിക്കും ഇവർക്ക് എല്ലാവർക്കും, ഓരോരുത്തർക്കും, ഈ പറയുന്ന പിള്ളേർക്ക് എല്ലാവർക്കും കൃത്യമായൊരു ക്യാരക്ടർ ആർക്കുണ്ട്, അവർക്കൊരു കഥയുണ്ട്, അവർക്കൊരു ചരിത്രമുണ്ട്. അവരുടെ പാരന്റിങ് വേറെ, ഓരോരുത്തരുടെയും പാരന്റിങ് വേറെയാണ്. ആ വ്യത്യാസങ്ങളാണ് ഇവർ ഒരുമിച്ച് ചേരുമ്പോൾ ഇവരുടെ കൂട്ടായ്മയൊക്കെ ബാധിക്കുന്നത്. ഞാൻ കൂടുതൽ പറഞ്ഞ നേരത്തെ പറഞ്ഞ ശരിക്കും നമ്മുടെ സിനിമയുടെ ഔട്ട്ലൈൻ എങ്ങനെയാ വരുന്നത്? അപ്പൊ ഡാൻസ് അല്ല എന്നുള്ള സാധനമാണെങ്കിൽ ഔട്ട്ലൈൻ ബേസ് എങ്ങനെയാ പോകുന്നത്? ഡാൻസ് ആണ് നമ്മൾ ഉപയോഗപ്പെടുത്തുന്ന ഒരു എന്താ പറയാ, നമ്മള് ഒരു മാല കോർക്കുമ്പോൾ അതിൽ ഏറ്റവും നല്ല മുത്ത് എന്ന് പറയുക, ഏറ്റവും ഡിസൈൻഡ് ആയിട്ടുള്ള സാധനം ഡാൻസ് പെർഫോമൻസ് തന്നെയാണ്. പക്ഷെ അതിനിടയിലുള്ളൊരു ഗ്രാഫ് ഉണ്ടല്ലോ. ഒന്നും ഇവരൊക്കെ പലയിടങ്ങളിലും സ്കാനഡ് ആയിട്ടുള്ള പിള്ളേരാണ്. ഇവർ ഒരു പരിപാടിക്ക് ഒരുമിച്ച് ചേരുമ്പോൾ ഇവരുടെ ഓരോരുത്തരുടെയും ഈഗോസ് നമ്മൾ ക്ലാഷ് ഉണ്ടാവും. ഇവരുടെ പാരന്റ്സിന്റെ ഈഗോസ് തമ്മിലും അവരുടെ എക്സ്പെക്ടേഷൻസ് തമ്മിൽ ക്ലാഷ് ഉണ്ടാവും. ഇതൊക്കെയാണ് സിനിമ. ഇതൊക്കെ ഒന്നിച്ച് എത്തിച്ചേരുന്ന ഒരു പോയിന്റ് ഉണ്ട്. ആ പോയിന്റാണ് സിനിമയുടെ ഏറ്റവും എക്സൈറ്റിംഗ് ആയിട്ടുള്ള പോയിന്റ്. അപ്പോൾ ശരിക്കും ഒരു ഫാമിലി എന്റർടൈനർ പോലെ 100%. ഫാമിലി എന്റർടൈനർ, പിന്നെ എന്താ പറയുക, ഒരു മോട്ടിവേഷണൽ, പിന്നെ ഒരു അണ്ടർഡോഗ് വിന്നിങ്, അങ്ങനെയൊക്കെ ഉണ്ട്. പല രീതിയിൽ ഇതിനെ നോക്കി കാണാം. ഒരു കാലം അങ്ങനെ ഉണ്ടെന്നേ. ഇപ്പൊ നമ്മള്
ഒരു സിനിമ ഇറങ്ങിയാൽ ഒരു 3 മാസം കൂടുമ്പോഴൊക്കെ നമുക്കൊരു സിനിമ കാണാൻ പറ്റുക. ഒരു സിനിമ അതെ, ഒരു സിനിമ കണ്ടാൽ അടുത്ത സിനിമ കാണുന്നത് 3 മാസം കഴിഞ്ഞാൽ. അപ്പൊ ഈ 3 മാസം നമുക്ക് ഈ ഒരു സിനിമയിൽ ഈ സിനിമയുടെ തന്നെ കഥകൾ പല രീതിയിൽ പലരോടും പറയാം. അങ്ങനെയൊക്കെ ഒരു കാലമുണ്ട്. ആ കാലത്ത് നടക്കുന്ന കഥയാണ്. ശരിക്കും ഇപ്പൊ ഡാൻസ് എന്ന് പറഞ്ഞ സ്ഥിതിക്ക് ഇപ്പൊ ചേട്ടനിലൊക്കെ ഡാൻസ് വല്ലതും കളിക്കുന്നുണ്ടോ? ട്രൈ ചെയ്തിട്ടുണ്ടോ? ഇല്ല, ഡാൻസ് ചെയ്തരങ്ങളായിട്ടുള്ള എല്ലാ പരിപാടി ഇവന്മാരുടെ കൂടെയുള്ള സർവ്വ തല്ലുള്ളത്തിലും നമ്മളാണ് കാണുന്നത്. അതെ. ഇപ്പൊ ചേട്ടന്റെ ഇപ്പൊ പഴയ കാലത്തിലേക്ക് കുറച്ചുകൂടെ പോവാണെങ്കിൽ ആനുവൽ ഡേക്ക് ഡാൻസ് കളിക്കുന്നൊക്കെ ഓർമ്മയുണ്ടോ? ഒരു എന്താ ചെയ്യാത്തത്? കോളേജ് ഡേയ്സ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? അത് കേൾക്കാൻ എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റ്. അന്നത്തെ കോളേജ് ശരിക്കും അതിന്റെയൊക്കെ ഓഫ് കോഴ്സ് നമ്മളുടെ ഈ സിനിമയിൽ ഡാൻസ് പെർഫോമൻസസ് ആണ് കൂടുതലെങ്കിലും നമുക്ക് ഓർമ്മ വരിക. ഞങ്ങൾക്കൊക്കെ ഓർമ്മ വന്നത്, ഇവൻ വിനോദിനടക്കം ഞങ്ങൾക്ക് ഓർമ്മ വന്നത്, ഞങ്ങൾ ഓർമ്മയിൽ വച്ചത് അന്നത്തെ കാലത്ത് ഞങ്ങളുടെ കോളേജ് ഡേയ്സും കോളേജിലെ ആ ക്യാമ്പസും അന്നത്തെ ബസ്സിൽ തൂങ്ങി എന്നുള്ള യാത്രയും അതിലൊരു സോങ് കിനാക്കാലം എന്നുള്ള ചെറിയ റൊമാൻറ്റിക് സംഭവം ചെറുതല്ല, ഗംഭീര റൊമാൻറ്റിക് സംഭവം. ഓക്കെ. ഇപ്പൊ ചേട്ടന്റെ ഈ സമയത്ത് എനിക്ക് തോന്നുന്നു പറഞ്ഞ പോലെ ബസ്സിൽ തൂങ്ങി പിടിച്ചു പോയി ചെറിയ റൊമാൻസ് സംഭവങ്ങളൊക്കെ ചേട്ടൻ ആ സമയത്ത് ഈ പറഞ്ഞ പോലെ ഇഷ്ടമെന്ന് പറയാനൊക്കെ ഇങ്ങനെ കുറെ പുറകെ നടന്നിട്ടുള്ള ടൈമൊക്കെ ഉണ്ടാവും അല്ലേ? പുറകെ നടക്കലൊന്നും അല്ലെന്നേ, നമുക്ക് പുറകെ നടക്കാൻ പോലുള്ള ധൈര്യം ഇല്ലെന്നേ. പോയി. അതാണ് നമുക്ക് കണ്ട് ഇഷ്ടമാവലൊക്കെ ഒരു പ്രായത്തിലുള്ളതല്ലേ, ഒരു പ്രായത്തിന്റെ സന്തോഷമാണ്. പക്ഷെ ഇന്നുള്ളത് പോലെ ഇന്നത്തെ കാലഘട്ടം പോലെ നമുക്കത് എക്സ്പ്രസ് ചെയ്യാനുള്ള സ്പേസ് ഒന്നും ഒട്ടുമില്ലായിരുന്നു. ഒരു ഡിവൈസ് ഇന്നിപ്പോ മൊബൈലിൽ നമുക്ക് ഇൻഫർമേഷൻ പെട്ടെന്ന് പാസ് ചെയ്യാം. അത് മാത്രമല്ല പണ്ട് ഇങ്ങനെ ആമ്പിള്ളേരും പെമ്പിള്ളേരും അങ്ങനെ മിണ്ടില്ലായിരുന്നു. അതെ, പല അതെ, എക്സാക്ട്ലി ആ കാലമാണ് നമ്മളൊരു ഒരു തരത്തിൽ ഈ സിനിമയിൽ റീക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. ശരിക്കും നമുക്കൊക്കെ അത് കാണുമ്പോൾ ഒരു പുതിയൊരു ഫേസ് ആയിരിക്കും ആ സിനിമ. ശരിക്കും ഇപ്പോഴത്തെ യൂത്തിന് അവരെ പെട്ടെന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റും. ഇങ്ങനെ ആയിരുന്നെങ്കിൽ എന്നൊക്കെ അവർക്ക് തോന്നും. മനോജ് പറഞ്ഞതുപോലെ ആ കാലം ആയിരുന്നെങ്കിൽ തോന്നും. പിന്നെ ആ കാലത്തുണ്ടായിരുന്ന ഞങ്ങളെപ്പോലുള്ള ആൾക്കാർക്ക് ഞങ്ങളുടെ കാലം വീണ്ടും ഓർമ്മയും ഒരു നൊസ്റ്റാൾജിയ. ശരിക്കും നമ്മുടെ ഇത്രയും സീനിയർ ആയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റിന്റെ കൂടെ ചെയ്ത സമയത്ത് നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടായിരുന്നു ഒരു സെറ്റ്? നമുക്കും ഇതുപോലെ തന്നെ സീനിയർ ആക്ടറാണ് പുള്ളി. അപ്പൊ പുള്ളിയിൽ നിന്നും കുറെ കാര്യങ്ങൾ നമുക്ക് പഠിക്കാം. ആദ്യം വന്നപ്പോ പേടി ഉണ്ടായിരുന്നു? പുള്ളിക്കാരെ അങ്ങനെ പേടിപ്പിച്ചൊന്നുമില്ല. നമ്മള് ഫുൾ വൈബായിരുന്നു. ഐ മീൻ എന്താ പറയാ, കാം ആയിട്ടാണ് പെർഫോം ചെയ്യുന്നത്. ഇപ്പൊ ഞാനൊക്കെ ഐ മീൻ എന്റെ മേ ബി ഫസ്റ്റ് ഓൾമോസ്റ്റ് ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു കമേഴ്ഷ്യൽ ഫിലിം എന്ന് പറയുമ്പോൾ മൂൺ വാക്ക് തന്നെയാണ്. അപ്പൊ ഒരു പെർഫോം ചെയ്യുന്ന ആക്ഷൻ പറയുന്നതിന് മുമ്പ് ഒരു ചെറിയ നെർവസ്നെസ് ഉണ്ടായിരുന്നു, ഇപ്പോഴും ഉണ്ട്. പക്ഷെ ആ സമയത്ത് കൂടുതലായിരുന്നു. പക്ഷെ ശ്രീകാന്തായിട്ട് നമ്മൾ കാണുമ്പോൾ പുള്ളിക്കാരൻ വലിയ ഒരു ഇതൊന്നും വലിയ റെഡി ആയി അങ്ങനെ ഒന്നും ഉണ്ടാവില്ല. പോം കാഷ്വലായിട്ട് ഇരിക്കും. ആക്ഷൻ പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങ് ഫ്ലോയിൽ അങ്ങ് ഡീക്ലീൻ ഞാനൊക്കെ റെഡി ആയി നിൽക്കും. ആക്ഷൻ പറയുമ്പോ ഇങ്ങനെ നിൽക്കുകയാണ്. ഭയങ്കര ലൈക്ക് അത് കണ്ടിട്ട് നമുക്ക് തന്നെ ശരിക്കും അങ്ങനെ ചെയ്താൽ മതിയല്ലോ, പിന്നെ നമ്മളിങ്ങനെ വരം പിടിക്കാൻ ഓൺ ദ സ്പോട്ട് ലേണിംഗ്സ് ഉണ്ടാവുമല്ലോ. ഗിവ് ആൻഡ് ടേക്ക് ഉണ്ടല്ലോ. അപ്പം അവിടെ ഓപ്പോസിറ്റ് ചെയ്യുന്ന വ്യക്തി തരുന്ന ഒരു സാധനം ഉണ്ട്. അപ്പൊ കംഫർട്ട് ആവും നമ്മൾ ഭയങ്കരമായിട്ട് അതിനകത്ത്. ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഇപ്പൊ ചേട്ടന് ഭയങ്കര കൂളായിട്ട് ഡീൽ ചെയ്യാന്ന് പറഞ്ഞല്ലോ. അപ്പൊ ചേട്ടന്റെ അടുത്ത് ആക്ടിങ്ങിൽ നിങ്ങൾ പഠിച്ച 2 കാര്യം എന്തായിരിക്കും? ഭയങ്കര കാമാണ്. നമുക്ക് കണ്ടിട്ടുണ്ട് മറ്റേ ഹൈർബറി ഒന്നും ഇല്ല അങ്ങനത്തെ. ഭയങ്കര റിസോർട്ട് ഇങ്ങനെ നിൽക്കും. അത് നമുക്ക് എനിക്കന്ന് ആ സീനൊക്കെ ചെയ്ത സമയത്ത് മറ്റേ നമ്മള് സ്വന്തം വീട്ടില് കഴിക്കാൻ പോകുമ്പോഴൊക്കെ തോന്നി അല്ലേ, അങ്ങനെയൊക്കെ നമുക്ക് തോന്നിയത്. പിന്നെ ഐ മീൻ കാം നേച്ചറും പിന്നെ ഇംപ്രൂവൈസ് ചെയ്യുന്ന രീതിയും. നമ്മള് ഇത്രയും ദിവസം അഭിനയിച്ചിട്ട് ആദ്യമായി സീനിയർ ആക്ടറിനോട് അഭിനയിക്കുന്നത് ശ്രീകാന്തിനോടെയാണ്. നമ്മളെല്ലാരും ഇത്രയും ദിവസം നമ്മളെല്ലാം അങ്ങോട്ടും അഭിനയിക്കുന്നുള്ളൂ. അപ്പൊ ഒരു സീനിയർ ആക്ടറിനോട് അഭിനയിക്കുമ്പോൾ ഒരു പുതിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഇംപ്രൂവൈസ് ചെയ്യുമ്പോഴും ഒരുപാട് കോണ്ടെക്സ്റ്റ് മാറി ഇംപ്രൂവൈസ് ചെയ്യാതെ ഉള്ള സാധനം സട്ടിൽ ഇംപ്രൂവൈസേഷൻ ഞാൻ പഠിച്ചു തുടങ്ങിയത് ശ്രീകാന്ത് ചേട്ടന്റെ അടുത്താണ്. ശരിക്കും ചേട്ടാ ഇപ്പൊ ചേട്ടന്റെ അടുത്ത് ഇവര് പഠിച്ചു എന്ന് പറയുന്ന കുറെ കാര്യങ്ങളുണ്ടല്ലോ. ശരിക്കും ചേട്ടൻ പഠിച്ചത് നമ്മുടെ പ്രിയദർശൻ സാറിന്റെ സ്കൂളിൽ നിന്ന് തന്നെയാണോ? തീർച്ചയായിട്ടും. ഈ പഠിച്ചു എന്നൊക്കെ പറയുന്നത് നമ്മുടെ വലിയ സന്തോഷം അത് കേൾക്കുമ്പോൾ. പക്ഷെ ഞാൻ ശരിക്കും പറഞ്ഞാൽ ശരിക്കും എൻ്റെ ഒരു അനുഭവം എന്ന് പറയുന്നത് ഇവരുടെ ഒരു എനർജി കാണുകയും അതിൻ്റെ ഒപ്പം നിൽക്കുകയും ചെയ്യുക എന്ന് പറയുന്നൊരു സന്തോഷത്തിലായിരുന്നു ഞാൻ. തീർച്ചയായിട്ടും ഞാൻ കുറേ കാലം അദ്ദേഹത്തിൻ്റെ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് പ്രിയൻ സാറിൻ്റെ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് 10-13 പടങ്ങൾ ചെയ്തു. ശരിക്കും എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നെങ്കിൽ അത് വേറെ ആരും അല്ല, പ്രിയൻ സാറിൻ്റെ സ്കൂളിൽ നിന്ന് പഠിച്ചത് തന്നെയാണ്. ശരിക്കും അത് പറയുമ്പോൾ തന്നെ സാറിന് ഭയങ്കര സന്തോഷമുണ്ടെന്ന് തോന്നുന്നുണ്ടല്ലേ? ഇപ്പൊ ഈ പറഞ്ഞ നമ്മുടെ സിനിമയാണെങ്കിൽ പോകുന്ന ഒരു ഔട്ട്ലൈൻ എന്ന് പറയുന്നത് ട്രിവാൻഡ്രമായിട്ട് കണക്ട് ചെയ്തിട്ടാ. സോ ചേട്ടന്റെ പേഴ്സണലി ട്രിവാൻഡ്രമായിട്ട് ഭയങ്കര ഒത്തിരി കാലം ധാരാളം കാലം ഞാൻ ട്രിവാൻഡ്രത്തുണ്ടായിരുന്നു. 8-10 വർഷം ഞാൻ ട്രിവാൻഡ്രത്തുണ്ടായിരുന്നു. അതുകൊണ്ട് ട്രിവാൻഡ്രം എനിക്ക് ഏറെക്കുറെ അറിയാം. എനിക്ക് ആ സ്ലാങ്ങും ഒക്കെ ഓഫ് കോഴ്സ് അവിടെ നിന്ന് വിട്ടു നിൽക്കുന്നുണ്ട്. തിരിച്ചു വേണ്ടി എത്തൽ കുറച്ച്, പക്ഷെ അന്ന് മാക്സിമം ട്രൈ ചെയ്തു. പിന്നെ എല്ലാവരും ഇത് ട്രിവാൻഡ്രം കണക്റ്റഡ് ആയിട്ടുള്ള അല്ലാത്തവരുണ്ട്. ഇപ്പം നമ്മുടെ
ജെയ്ക്സ് ട്രിവാൻഡ്രംകാരനല്ല, കോഴിക്കോടുകാരനാണ്. അപ്പൊ അതൊക്കെ ഒരു ഹസാർഡായിരുന്നു. അതൊരു 3 മാസം നീണ്ടു നിൽക്കുന്ന ദേവേന്ദ്രനാഥിന്റെ ഒരു വർക്ക്ഷോപ്പും നമ്മുടെ ശ്രീജിത്ത് മാഷാന്റെ ഡാൻസ് വർക്ക്ഷോപ്പും അങ്ങനെ ഒരു ഈ ഫ്രഷേഴ്സ് ആയിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഈ സിനിമയ്ക്ക് വേണ്ടി പരിപാടിപ്പെടുത്തിയിരിക്കുന്ന ഒരു വലിയ പരിപാടി ഉണ്ടായിരുന്നു, വലിയൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് ഞങ്ങൾ എല്ലാവരും തിരുവനന്തപുരംകാരായത്. ഇപ്പൊ ട്രിവാൻഡ്രംകാരനായി നിൽക്കാനല്ലേ? ശരിക്കും ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ട് അങ്ങനെ വേണമല്ലോ. ആ ഒരു വൈബ്, ആ ഒരു ഡയലക്റ്റും പുതന്തോപ്പും കഴക്കൂട്ടും ഒക്കെയാണ്. അപ്പോൾ ആ ഒരു 80കളിലെ 90കളിലെ ആ സ്ഥലങ്ങൾ തപ്പിയെടുക്കലും. അൻസാർ ഷായാണ് എൻ്റെ ക്യാമറ. അൻസാറും ട്രിവാൻഡ്രത്തിനോട് അടുത്ത സ്ഥലത്തിനാണ് അൻസാറിന്റെ വീട്. പിന്നെ വിനോദ് ട്രിവാൻഡ്രം വെഞ്ഞാറമൂടുകാരനാണ്. സുനിലും ട്രിവാൻഡ്രത്ത്. സുനിലിന്റെ ശരിക്കും അച്ഛൻ്റെ ഒക്കെ ബേസ് ട്രിവാൻഡ്രം തന്നെയാണ്. കാരണം എല്ലാവർക്കും തിരുവനന്തപുരമായിട്ട് ഏതെങ്കിലുമൊക്കെ രീതിയിലുള്ള കണക്ഷൻസ് ഉണ്ട്. പിന്നെ അവർ ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ട് കൃത്യമായിട്ടുള്ള റിസർച്ചും ഒക്കെ നടന്നു. ഇപ്പൊ ഈ ട്രിവാൻഡ്രം എന്ന് പറഞ്ഞപ്പോൾ ഇവര് പറഞ്ഞപ്പോഴാണ് അത് നമ്മുടെ ഉള്ളിലൊക്കെ ഈ ട്രിവാൻഡ്രം സ്ലാങ് എന്ന് പറയുമ്പോൾ കുറച്ച് സംഭവങ്ങൾ ഉള്ളിൽ വരുമല്ലോ. പക്ഷെ അതിൽ നിന്നൊക്കെ ഡിഫറെന്റ് ആയിട്ടാണ് എനിക്ക് ഇവര് പറഞ്ഞപ്പോഴാണ് മനസ്സിലായത്. തീർച്ചയായിട്ടും നമ്മളിപ്പോ കേൾക്കുന്ന മിമിക്രി തിരുവനന്തപുരം ഡയലക്റ്റ് അല്ല, എന്താ വെച്ചാൽ ആ സാധനം ഒന്നും അല്ല. ഒറിജിനൽ തിരുവനന്തപുരത്തെ നമ്മൾ പുത്തന്തോപ്പ് കഴക്കൂട്ടം ഭാഗത്ത് പോയാൽ ആൾക്കാർ എങ്ങനെ സംസാരിക്കുമോ ആ തിരുവനന്തപുരം ലാംഗ്വേജ് ആണ്. അത്രയും ജെന്യൂൻ ആയിട്ട് നല്ല പണിയെടുത്തിട്ടുണ്ട് ഇതിന്. So how was your experience working with Srikanth Setan on the set? I mean, it was like an honor just to be on the set because like it was very nerve-wracking, honestly, because I was also exploring a new dance form. It was salsa that I'd never done before. Okay. And I was playing a character that comes from London. I won't say much more, but then yeah, that's about it. And it was really nerve-wracking, but I think everyone was so supportive and they were so sweet and calm and like kind, so I could just easily perform. Actually you got great friends, right? Yeah, very nice. അപ്പൊ എന്തായാലും നിങ്ങളിങ്ങനെ പറയുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ട് ഇപ്പൊ എന്താ സംഭവം നടക്കണേന്ന് അറിയാനായിട്ട്. അപ്പൊ എന്തായാലും മൂൺ വാക്ക് നമ്മുടെ തിയേറ്ററിലേക്ക് വരുന്ന സമയത്ത് ഇപ്പം നിങ്ങൾക്ക് ഭയങ്കര ഒരു എക്സൈറ്റ്മെന്റ് ആണോ, ടെൻഷൻ ആണോ? ശരിക്കും നമ്മുടെ ഓഡിയൻസിലേക്ക് എത്താൻ പോകാണല്ലോ നിങ്ങളുടെയൊക്കെ ഫസ്റ്റ് മൂവി. അപ്പോൾ ഇത് നമുക്കിങ്ങനെ നമ്മൾ വെയിറ്റ് ചെയ്തിരുന്ന ഒരു സാധനം നമ്മുടെ ഓഡിയൻസിലേക്ക് എത്താൻ പോകുമ്പോൾ ഹൗ ഡു യു ഫീൽ അറ്റ് ദിസ് മൊമെന്റ്? എല്ലാരും ഹാപ്പിയാണ്. എല്ലാരും ഭയങ്കര ഹാപ്പിയാണ്. ടെൻഷനൊന്നുമില്ല. നമ്മള് ചെയ്യാനുള്ളത് ഭംഗിയായി ചെയ്തു. പ്രേക്ഷകർ ആക്സെപ്റ്റ് ചെയ്യട്ടെ. അല്ല, നല്ലൊരു എക്സാം എഴുതി കൊടുത്ത പോലെയാണ് അത്. അവര് എക്സാക്ട്ലി ഒരു പരീക്ഷ എഴുതിയതുപോലെയാണ് എല്ലാവരും. പിന്നെ ഈ പറഞ്ഞ ചലഞ്ചസ് ഒക്കെ ഉണ്ട്. നമ്മളിപ്പോൾ ട്രെയിലറും ടീസറും സോങ്ങും ഒക്കെ റിലീസ് ആവുകയും ഗംഭീര റെസ്പോൺസസ് ആണ് നമുക്ക് ഡെയിലി കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇനിയും പ്രൊമോഷൻസും ഈ സിനിമയുടെ പിന്നാലെ നിന്ന് ഈ സിനിമയ്ക്ക് ജനങ്ങളിലേക്ക് എത്തിക്കുക, മാക്സിമം ആൾക്കാരിലേക്ക് അറിയിക്കുക, ആ ശ്രമത്തിലാണ് നമ്മളുള്ളത്. അപ്പൊ എന്തായാലും നിങ്ങളുടെ ആ ഒരു ഹാർഡ് വർക്ക് നമ്മുടെ ഓഡിയൻസ് ഏറ്റെടുക്കട്ടെ. ഈ പറഞ്ഞ എക്സാമിൽ ഇത് റാങ്ക് അടിക്കട്ടെ, കുറെ അധികം സക്സസ് നിങ്ങളെ തേടി വരട്ടെ, പോലെ നിങ്ങൾക്ക് വേണ്ട ക്യാരക്ടേഴ്സ് ഒക്കെ നിങ്ങൾക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റട്ടെ. അപ്പൊ ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു.